വെൽക്കം ടു മൈ ക്ലാസ്. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് പഠിച്ചായിരുന്നു അല്ലേ. എന്തായിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ? V is equal to 1/4πε0 Q/R ആണല്ലോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ. നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ കാരണം ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. അതേപോലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം. ഓക്കെ, കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ AB consisting of charges minus Q and plus Q, and let O be the center of this dipole. Then we have OA is equal to OB is equal to L. കാരണം എന്താ? ഡൈപോളിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? 12 അല്ലേ. And let P be any point which is at a distance r from O. We have to find the electric potential at the point P due to this electric dipole. പക്ഷെ ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു സിംഗിൾ ചാർജ് കാരണം, ഒരു പോയിന്റ് ചാർജ് കാരണം ഏതൊരു പോയിന്റിലെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? V is equal to 1/4πε0 Q divided by R. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം P യിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഡ്യൂ ടു ദി ചാർജ് പ്ലസ് Q, let it be V1. V1 is equal to എന്തായിരുന്നു എക്സ്പ്രഷൻ? 1/4πε0 Q divided by ഈ Qയിൽ നിന്നും P വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ. Qയിൽ നിന്ന് P വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് തൽക്കാലം എത്ര എടുക്കാം? dP. അങ്ങനെയാണ് ഇക്വേഷൻ വരും. P1 is equal to 1/4πε0 Q divided by dP. Put it as equation number 1. Now, what is the potential at the point P due to the charge minus Q? Let it be V2. V2 is equal to 1/4πε0 minus Q divided by, what is the distance from minus Q to P? AP. Right? So, minus Q divided by AP. ഇനി നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ വേണം പിയിലെ. ആര് കാരണമുള്ള പൊട്ടൻഷ്യൽ? ഡ്യൂ ടു ദി ഇലക്ട്രിക് ഡൈപോൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് ഈസ് ദി സം ഓഫ് ദി പൊട്ടൻഷ്യൽസ് ഡ്യൂ ടു ദി ഇൻഡിവിജ്വൽ ചാർജസ് അല്ലേ. അപ്പോൾ പിയിലെ പൊട്ടൻഷ്യൽ Q മൈനസ് Q പ്ലസ് Q എന്ന് പറഞ്ഞ രണ്ട് ചാർജ് ഡൈപോളിൽ ഇരിപ്പുള്ളൂ. അങ്ങനെയാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി എന്ത് വരും? ഈ V1 പ്ലസ് V2 അല്ലേ. So V is equal to V1 plus V2. ഇനി അതുപോലെ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിച്ചോണം. നമ്മൾ ഇലക്ട്രിക് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ മൈനസ് കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു അല്ലേ. അതിന്റെ കാരണം അവിടെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അവിടെ നമ്മൾ ഡിറക്ഷൻ നോക്കും. എന്നിട്ട് ഡിറക്ഷൻ നോക്കിയിട്ടാണ് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ അല്ലെ വേറെ ഏതെങ്കിലും മെത്തേഡ് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ അപ്ലൈ ചെയ്യണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന അതിന്റെ ഡിറക്ഷൻ നോക്കിയിട്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സ്കെയില പൊട്ടൻഷ്യൽ, അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആക്സിൽ ലൈനിലെ ഒരു പോയിന്റിലെയും ഇക്വിറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റിലെയും ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ കണ്ടുപിടിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കായിരുന്നു. സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേഷൻ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഏത് പോയിന്റിലെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് രണ്ട് ചാർജുകളുണ്ട്. ഏത് പോയിന്റിലെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ
പിയിലെ പൊട്ടൻഷ്യൽ എത്ര V is equal to എന്ത് കിട്ടി V1 plus V2. അതേപോലെ ഇവിടെ ലൈൻ ജോയിനിങ് ദി പോയിന്റ് P and O makes an angle theta with the direction of dipole എന്ന് വിചാരിക്കാം. അതായത് സെന്റർ ഓഫ് ദി ഡൈപോളും പിയുടെ ജോയിൻ ചെയ്യുന്ന ലൈനും ഡൈപോളിനും ഇടയ്ക്കുള്ള ആംഗിൾ നമ്മൾ എത്ര എടുക്കുന്നു തീറ്റ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് V ടോട്ടൽ പൊട്ടൻഷ്യൽ V is equal to എന്ത് ചെയ്യാം V1 plus V2 that is 1 by 4 pi epsilon 0 Q by Vp plus 1 by 4 pi epsilon 0 minus Q divided by AP. രണ്ടുകൂടെ ആഡ് ചെയ്തു. ഇനി നോക്കിയാൽ ഏതൊക്കെ ടേംസ് കോമൺ ഉണ്ട്? ന്യൂമറേറ്ററിൽ ഏത് ടേം കോമൺ ഉണ്ട്? Q കോമൺ അല്ലേ? So Q can be taken outside. Q divided by denominator of 4 pi epsilon 0 4 pi epsilon 0 രണ്ട് ടേമിലുണ്ട്. So Q by 4 pi epsilon 0 is a common factor that can be taken outside. So this equation becomes 1 by Vp. There is minus sign ഉണ്ടല്ലോ, minus 1 by Vp. Equation number 3. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് Bp യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു, AP യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. രണ്ട് വാല്യൂ ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് Bp യുടെ വാല്യൂ അറിയണം അല്ലേ? Bp യുടെ വാല്യൂ അറിയണം. അതിന് നമ്മൾ ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം B to OP. ബിയിൽ നിന്ന് OP യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു which meets at M. എമ്മിലും മീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് Bp എന്തിന് ഈക്വൽ ആയിരിക്കും? MP ക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? Bp becomes equal to MP. Bp MP ക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, Bp is equal to നമുക്ക് എന്ത് എഴുതാം? Bp is equal to MP. ശരിയല്ലേ? But MP is equal to MP എന്ന് പറയുന്നത് എന്തിനു തുല്യമാ? OP minus OM. പടത്തിലോട്ട് ശ്രദ്ധിക്കുക, ഫിഗറിലോട്ട് ശ്രദ്ധിച്ചേ. Bp എന്ന് പറയുന്നത് MP ക്ക് ഈക്വൽ ആയി. MP ക്ക് ഈക്വൽ ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് MP കണ്ടുപിടിച്ചാൽ മതി. Bp ക്ക് പകരം MP കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുണ്ട്? OP minus OM ചെയ്താൽ എന്ത് കിട്ടും? MP കിട്ടും അല്ലേ? സോ MP ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? OP minus OM. മനസ്സിലായല്ലോ? അപ്പോൾ Bp is equal to നമുക്ക് എന്ത് എഴുതാം? Bp is equal to MP. That must be equal to OP minus OM. പക്ഷെ നമുക്കറിയാം OP എന്ന് പറയുന്നത് എത്ര? R. O തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? R. ശരിയല്ലേ? ഇനി നമുക്ക് എന്തുകൂടെ വേണം? OM എത്രയാണെന്ന് അറിയണം അല്ലേ? OM എത്രയാണെന്ന് അറിയാനാ കൺസിഡർ ദി ട്രയാങ്കിൾ OBM. OBM എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. OBM എന്ന് പറയുന്ന ട്രയാങ്കിൾ what is cos theta? Cos theta എത്രയാണെന്ന് നോക്കാം. Cos theta is equal to adjacent side divided by hypotenuse. Okay, ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ this angle is 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന OB ആയിരിക്കുമല്ലോ ഹൈപ്പോട്ന്യൂസ്. So what is cos theta? Cos theta is equal to OM divided by OB. OM divided by OB. Or cos theta is equal to OM divided by L. OM divided by L. Or OM is equal to നമുക്ക് എന്ത് കിട്ടി? L cos theta. ശരിയല്ലേ? സോ നമുക്ക് ഇവിടെ ഈ OM ന് പകരം എന്ത് കൊടുക്കാം? R minus L cos theta. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് Bp ക്ക് പകരം നമുക്ക് എന്താ വാല്യൂ കിട്ടിയേക്കുന്നത്? Bp is equal to R minus L cos theta. മനസ്സിലായല്ലോ? ഇനി ഇതേപോലെ നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? AP കണ്ടുപിടിക്കണം. AP കണ്ടുപിടിക്കാന് AP എന്ന് പറയുന്ന ലെങ്തിനേക്കാളും കുറവാണ് OP. OPയുടെ ലെങ്ത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ OP യെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യും.
നീട്ടുന്നത്. And then draw a perpendicular from A which meets this line at N. എയിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അത് ഈ നീട്ടിയ ലൈനിൽ OP എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ആ ലൈനിൽ എവിടെ വന്ന് മീറ്റ് ചെയ്തു? Nൽ മീറ്റ് ചെയ്തു. ഈ ആംഗിൾ തീറ്റ ആണ്. ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ആയിരിക്കുമല്ലോ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോക്കിയേ, നമുക്ക് എന്തായിരുന്നു ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത്? AP അല്ലേ? സോ AP ഈസ് ഈക്വൽ ടു AP ഇപ്പൊ എന്തിന് തുല്യമായി? NPക്ക് തുല്യമായി അല്ലേ? അപ്പൊ APക്ക് വരെ നമുക്ക് എന്തെഴുതാം? NPക്ക് തുല്യമായി. ഇനി NP എന്ന് പറയുന്നത് എന്തിന് തുല്യമാ? OP പ്ലസ് ON. ഫിഗറിലോട്ട് ശ്രദ്ധിക്കുക. NP എന്ന് പറയുന്നത് എന്തിന് തുല്യമായി? OP പ്ലസ് ON. So it can be written as OP plus ON. ശരിയല്ലേ? അതിൽ OP നമുക്കറിയാം എത്രയാ? R ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ON കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അത് മുമ്പിലത്തെ ഇതുപോലെ നമുക്ക് എന്തെഴുതാം? AP is equal to എന്തിന് തുല്യമായി? NPക്ക് ഈക്വൽ ആയി. ആ NP എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയി? OP പ്ലസ് ON ഈക്വൽ ആയി അല്ലേ? അപ്പൊ നമുക്ക് OP അറിയാം. എത്രയാ OP? R പ്ലസ് ഇനി നമുക്ക് ON കണ്ടുപിടിച്ചാൽ മതിയല്ലോ. മുമ്പിലത്തെ പോലെ നമുക്ക് ON കണ്ടുപിടിക്കാം. ഫ്രണ്ട് ട്രയാങ്കിൾ ANO എന്ന് പറഞ്ഞ ട്രയാങ്കിളില് what is cos theta? Cos theta is equal to adjacent side divided by hypotenuse അല്ലേ? So cos theta is equal to ON divided by നമ്മൾ ഇവിടെ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഇതാണ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഏതാ? AO. So cos theta is equal to ON divided by AO എത്ര? L. ON divided cos theta is equal to ON divided by L. അങ്ങനെയാണെങ്കിൽ what is ON? ON is equal to L cos theta. ശരിയല്ലേ? നമുക്ക് ആ ON ന്റെ വാല്യൂ ഇവിടെ കൊടുക്കാം. That is OP plus ON. ON ന് വരെ എന്ത് കൊടുക്കാം? L cos theta. നമുക്ക് AP എത്ര കിട്ടി? AP is equal to R plus L cos theta. മനസ്സിലായില്ലേ? അപ്പൊ BP യുടെ വാല്യൂ കിട്ടി R minus L cos theta. AP യുടെ വാല്യൂ കിട്ടി R plus L cos theta. Substituting these two values in equation 3. Equation 3 നമ്മൾ ഈ രണ്ട് വാല്യൂസ് അപ്ലൈ ചെയ്യാൻ പോകും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും നോക്കിയേ? V is equal to Q by 4 pi epsilon 0. പിന്നെ എന്തുണ്ട് ബ്രാക്കറ്റില്? 1 by BP. 1 by BPക്ക് വരെ എന്ത് കൊടുക്കുന്നു? R minus L cos theta minus 1 by AP. APക്ക് വരെ എന്ത് കൊടുക്കാം? R plus L cos theta. കാര്യങ്ങൾ മനസ്സിലായോ? V is equal to Q by 4 pi epsilon 0 1 by R minus L cos theta minus 1 by R plus L cos theta. LCM എടുക്കുന്നു. എന്താ LCM? R minus L cos theta into R plus L cos theta. അല്ലേ? So this becomes Q by 4 pi epsilon 0 R plus L cos theta minus ഈ മൈനസ് അതുപോലെ എഴുതുന്നു R minus L cos theta. ആ R minus L cos theta മുഴുവൻ ഈ മൈനസ് സൈൻ ഉണ്ട്. സോ R minus L cos theta ബ്രാക്കറ്റിൽ എഴുതുക ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? R minus L cos theta into R plus L cos theta. Okay. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. That is equal to Q by 4 pi epsilon 0. നമുക്കറിയാം R ഉണ്ട്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെന്താവും? മൈനസ് R ആവുമല്ലോ. രണ്ടുകൂടെ ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? സോ ഇനി L cos theta minus L cos theta. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ്.
അപ്പോൾ L cos തീറ്റ പ്ലസ് L cos തീറ്റ എന്തായിരിക്കും 2L cos തീറ്റ അല്ലേ. That is 2L cos theta divided by a minus b into a plus b എന്താ a square minus b square അല്ലേ. So r minus L cos theta into r plus L cos theta becomes r square minus L square cos square theta. ഇനി നോക്കിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് what is 2L cube. 2L cube എന്ന് പറയുന്നത് എന്തായിരിക്കും p ആയിരിക്കുമല്ലോ അല്ലേ. Dipole moment, electric dipole moment P is equal to എന്തായിരിക്കും 2L cube. So this becomes 1 by 4 pi epsilon 0. ഇതിനകത്തിലെ 2L cube എന്തായിട്ട് മാറി P ആയി അല്ലേ. Then this equation becomes 1 by 4 pi epsilon 0 P cos theta divided by R square minus L square cos square theta. That is potential at any point due to an electric dipole is V is equal to 1 by 4 pi epsilon 0 P cos theta divided by R square minus L square cos square theta. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ if R square is very much less than if L square is very much less than R square, this term can be neglected അല്ലേ. അതായത് ഡൈപോൾ എന്ന് പറയുന്നത് വെരി വെരി സ്മോൾ ലെങ്ത് ആയിരിക്കും. അപ്പോൾ L സ്ക്വയർ ഈ R സ്ക്വയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചെറുതാണെങ്കിൽ നമുക്ക് ഈക്വേഷൻ എന്തായിട്ട് മാറും if L square is very much less than R square എന്ത് സംഭവിക്കും it can be neglected അല്ലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണ് V becomes എന്തായിട്ട് മാറും 1 by 4 pi epsilon 0 P cos theta divided by R square. Potential at any point due to an electric dipole is V is equal to 1 by 4 pi epsilon 0 P cos theta divided by R square. Electric intensity at any point due to an electric dipole നമ്മൾ രണ്ട് കേസ് പഠിച്ചു. On the axial line ഉം dictorial line അല്ലേ. അതേപോലെ potential at any point axial line ലും അല്ല equatorial line ലും അല്ല at any point due to an electric dipole is V is equal to 1 by 4 pi epsilon 0 P cos theta divided by R square. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ P എന്ന് പറയുന്ന പോയിന്റ് ആക്സിയൽ ലൈനിലാണെങ്കിൽ എന്തായിരിക്കും വാല്യൂ വിയുടെ വാല്യൂ പൊട്ടൻഷ്യലിന്റെ വാല്യൂ. അതേപോലെ P എന്ന് പറയുന്ന പോയിന്റ് ഇക്വിറ്റോറിയൽ ലൈനിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എത്രയാകും അതുകൂടെ നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് എന്തായിരുന്നു കിട്ടിയേ 1 by 4 pi epsilon 0 P cos theta divided by R square അല്ലേ. ഇതായിരുന്നു പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇനി അടുത്ത സ്പെഷ്യൽ കേസ് 1 P എന്ന് പറയുന്ന പോയിന്റ് ആക്സിയൽ ലൈനിൽ വരിക. P എന്ന് പറയുന്ന പോയിന്റ് ഈ ആക്സിയൽ ലൈനിൽ വരുവാണെങ്കിൽ P ഇങ്ങനെ വന്ന് ഈ ആക്സിയൽ ലൈനിൽ വന്നാൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഈ ലൈൻ ജോയിനിങ് ഇങ്ങനെ ചരിഞ്ഞ് വരും അല്ലേ. ഇങ്ങനെ വന്നാൽ തീറ്റയുടെ വാല്യൂ കുറഞ്ഞ് തീറ്റയുടെ വാല്യൂ എന്തായിട്ട് മാറും 0 അല്ലേ. if the point P is on the axial line theta becomes 0. തീറ്റ എത്രയായിട്ട് മാറി 0. അങ്ങനെയാണെങ്കിൽ V is equal to 1 by 4 pi epsilon 0 P cos 0 divided by R square. That is V is equal to cos 0 is 1. So V is equal to 1 by 4 pi epsilon 0 T divided by R square. So if the point P is on the axial line, potential V is equal to 1 by 4 pi epsilon 0 P divided by R square. അല്ലേ. And if the point P is on the equatorial line of the electric dipole, P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരുന്നു എങ്കിൽ ഇക്വിറ്റോറിയൽ ലൈൻ, അതായത് P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരുന്നു എന്ന് വിചാരിക്കാം.
ഇക്വിറ്റോറിയൽ ലൈനിലാണെങ്കിൽ നോക്കിയേ ഈ തീറ്റയുടെ വാല്യൂ കൂടി 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 തീറ്റ എത്രയായിട്ട് മാറും? തീറ്റ ബിക്കംസ് 90 അല്ലേ? സോ പിയുടെ വാല്യൂ പി എന്ന് പറയുന്ന പോയിന്റ് ഇക്വിറ്റോറിയൽ ലൈനിലാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 90. സോ വി ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 P cos 90 divided by r square. But what is cos 90? Cos 90 is 0. So potential B is equal to 0. മനസ്സിലായില്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ബി എത്രയായിരിക്കും? 0. എവിടെയാണ്? അറ്റ് എനി പോയിന്റ് ഓൺ ദി ഇക്വിറ്റോറിയൽ ലൈൻ. പക്ഷേ ഇക്വിറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ട്. But there is no potential due to an electric dipole. മനസ്സിലായില്ലേ?